കൺസെപ്റ്റ് ലേണിംഗ് ആണ് എന്തിനു പ്രൊസീഡ് ചെയ്ത് വരുന്നത്? കൺസെപ്റ്റ് ലേണിംഗ് ആണ്. എൻട്രിയുടെ അടുത്തൊരു സൈക്കോളജി ക്ലാസ്സിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എല്ലാ മത്സര പരീക്ഷകളിലും PSCയുടെ കേറ്ററ്റ് ആയിക്കോട്ടെ, അതുപോലെ സെറ്റ് ആയിക്കോട്ടെ, LP UP ആയിക്കോട്ടെ, നിങ്ങളുടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട HSC ആയിക്കോട്ടെ, ഏത് ഭാഗത്തും ചോദിച്ചു കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അടുത്തൊരു ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. അഡോളിസെന്റ് തിങ്കിങ് ഈസ് സിസ്റ്റമാറ്റിക് ഇൻ പ്രോബ്ലം സോൾവിങ്. Piaget called this type of logical thinking is A. Trial and error method, B. Hypothetical deductive reasoning, C. Pre-operational thought, D. Intuitive thought. അപ്പോൾ പിയാഷയുടെ സ്റ്റേജസ് അല്ല, ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് നമ്മളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അഡോളിസൻ്റ് എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്? അഡോളിസൻ്റ് പിയാഷയുടെ അഭിപ്രായത്തിൽ തിങ്ക് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? പ്രോബ്ലം സോൾവിങ് ഒക്കെ എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. പ്രശ്നപരിഹരണത്തിൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിൽ എങ്ങനെയാണ്? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അഡോളിസൻ്റ് തിങ്ക് ചെയ്യുന്നത് എന്ന് പിയാഷെ പറയുന്നുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സ്കീമ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പിയാഷെ പറയുന്നത് അനുഭവങ്ങളിലൂടെ, ചുറ്റുമുള്ള അനുഭവങ്ങളിലൂടെ കുട്ടി എന്തെടുക്കുന്നുണ്ട്? പഠിച്ചെടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അല്ലേ? അപ്പോൾ ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഉള്ള കാര്യമാണ്. കുട്ടിക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയും അല്ലേ? ഒരു വലിയ ആളെ പോലെ തന്നെ ചിന്തിക്കാനായിട്ട് കുട്ടിക്കും കഴിയും. കുട്ടി പെട്ടെന്നൊന്നും അങ്ങനെ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ട് പെട്ടെന്ന് ഒരു ഇൻഡിവിജ്വലായിട്ട് അവർ പറയുന്ന അനുസരിച്ച് മാറി വന്ന ഒരാളല്ല അല്ലേ? കുട്ടിക്ക് കുട്ടിയുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അല്ലേ? കറക്റ്റായിട്ട് കുട്ടി എന്താണ്? കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനെ നേരിടാനും വളരെ ഇൻറ്റൻഷനലി അത് സോൾവ് ചെയ്യാനും കുട്ടിക്കൊരു പവർ ഉണ്ട് എന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ പിയാഷയുടെ അഭിപ്രായത്തിൽ അഡോളിസെൻ്റ് എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലേ, കൗമാരപ്രായക്കാരനായ ഒരു അഡോളിസെൻറ്റിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോബ്ലം സോൾവിങ് നടത്താനായിട്ട് കഴിയുന്നുണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് ലോജിക്കൽ തിങ്കിങ് ആണെന്നാണ് പിയാഷെ ചോദിക്കുന്നത് എന്നാണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്? ഇതേത് ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പിയാഷയുടെ ആണോ? അല്ലല്ലോ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആരുടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? അപ്പോൾ തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ കണ്ടു. പ്രീ ഓപ്പറേഷണൽ തോട്ട്, ഇൻഡ്യൂട്ടീവ് തോട്ട്. ഇൻഡ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധോദയം എന്നുള്ളൊരു അവസ്ഥ. പ്രീ ഓപ്പറേഷണൽ തോട്ടാണോ? ഇവിടെ എന്തുകൊണ്ടും നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ലോജിക്കൽ തിങ്കിങ്ങുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് ആണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എപ്പോഴും കുട്ടിക്ക് യുക്തിപരമായി ചിന്തിച്ച് അല്ലെ എങ്ങനെ എത്താൻ കഴിയുന്നുണ്ട്? എങ്ങനെ എത്താനാണ് കഴിയുന്നത്? ഒരു പ്രോബ്ലം സോൾവിങ് നടക്കുമ്പോൾ ജനറൽ ടു സ്പെസിഫിക്. എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്? ജനറൽ ടു സ്പെസിഫിക് ആണ് ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ജനറൽ ടു സ്പെസിഫിക് ആണ്. ഈ ജനറൽ ടു സ്പെസിഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും കുട്ടി എന്തിൽ നിന്ന്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് കുട്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തുകയാണ് എന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ കുട്ടി അനുഭവങ്ങളിൽ നിന്ന് കുട്ടിക്ക് ഇന്നത് ചെയ്താൽ ഇന്നത് വരുമെന്ന് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഊഹാപോഹങ്ങളിലൂടെ ചിന്തിച്ച് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കുട്ടിക്ക് കഴിയുന്നുണ്ട്. ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. ഒരു കുട്ടി ഇപ്പോൾ ഒരു 10th പഠിക്കുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, കുട്ടിക്ക് എക്സാം നടക്കുകയാണ്, SSLC എക്സാം നടക്കുകയാണ് അല്ലേ? വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫംഗ്ഷനും നടക്കുന്നുണ്ട് സെയിം ടൈമിൽ. അപ്പോൾ കുട്ടിക്ക് ആ ഫംഗ്ഷന് പോയാൽ കുറച്ച് നേരത്തെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. വളരെ ഹാപ്പിനെസ് ഉണ്ടാവും. പരീക്ഷയൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ SSLC എക്സാം എഴുതുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് അപ്പിയർ ചെയ്യാനായിട്ട് ഈ ഒരു മോഡൽ എക്സാം എന്നെ ഹെൽപ്പ് ചെയ്യും. ചെറിയ എക്സാമ്പിളാണ് കേട്ടോ, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഫംഗ്ഷന് പോകണോ മോഡലിന് പോകണോ? മോഡലും ഉണ്ട്, ഫംഗ്ഷനുണ്ട്. മോഡൽ എഴുതിയില്ല എന്ന് വെച്ചിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കുട്ടി മാർക്ക് കിട്ടും അല്ലേ? കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ടൈം മാനേജ്മെൻറ്റ് പഠിക്കാനും കുട്ടിക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആവാനും എക്സാം ഹാളിൽ ചെന്നിട്ടുള്ള സിറ്റുവേഷൻസിന് ഒരു എക്സ്പീരിയൻസ് കിട്ടാനൊക്കെ ആ എക്സാം വളരെ ഹെൽപ്ഫുള്ളാക്കും. അതുപോലെ
മാർക്കും കൂടുന്നതിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷേ ഫംഗ്ഷന് പോയാൽ കുറച്ച് ആഹ്ലാദിക്കാം, എല്ലാവരുടെ കൂടെയും ഒരു സന്തോഷം കിട്ടും, ഹാപ്പിനെസ് കിട്ടും. പക്ഷേ ഇതെല്ലാം നൈമിഷികമാണ്. അത് കഴിയുന്നതിന് ശേഷം എൻ്റെ എക്സാം എനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിയില്ല, എൻ്റെ മാർക്കിൻ്റെ സ്കോറിനെ ബാധിക്കും, അത് അറ്റൻഡൻസിനെ ബാധിക്കും. ഇതെല്ലാം ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. കുട്ടി ഇരുന്ന് ചിന്തിക്കും, കുട്ടി ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണ്. അവിടെ കുട്ടി ജനറൽ ആയിട്ടുള്ള ഐഡിയയിൽ നിന്ന് ഞാൻ ഫംഗ്ഷന് പോയാൽ ആ കല്യാണം ഇന്നങ്ങ് കഴിയും, പക്ഷേ എൻ്റെ പരീക്ഷ എനിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഞാൻ പരീക്ഷ എഴുതുന്നതായിരിക്കും, എനിക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം അല്ലേ, അപ്പോൾ എനിക്ക് പരീക്ഷ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പരീക്ഷ എഴുതണം എന്ന് ആ കുട്ടി ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഡിഡക്റ്റ് ചെയ്ത് എടുത്തിട്ട് ഡിഡക്റ്റീവായിട്ടുള്ള ഒരു റീസണിങ്ങിലേക്ക് ആ കുട്ടി എത്തുകയാണെന്ന് മാത്രം നിങ്ങൾ ഓർത്തു വയ്ക്കുക. കുട്ടി പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു, മോഡൽ എക്സാം എഴുതാൻ തീരുമാനിച്ചു. കുട്ടിയുടെ ലോജിക്കൽ തിങ്കിങ്, അഡോളസൻ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ലോജിക്കൽ തിങ്കിങ് അത് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്തു. ഇതിനെയാണ് പിയാഷെ ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൽ. ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രോബ്ലം സോൾവിങ് സിസ്റ്റമാറ്റിക് ആയിരിക്കും, ലോജിക്കൽ തിങ്കിങ് സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദി ടേം ഫോർ ദി പ്രോസസ് ഓഫ് റിഫൈനിങ് എക്സിസ്റ്റിംഗ് സ്കീമാസ്? നിലവിലുള്ള സ്കീമുകളെ റിഫൈൻ ചെയ്യുക. ആ റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സ് കൊണ്ട് അതിന് ഒരു ടേം കൊടുത്തിട്ടുണ്ട്. പിയാഷെയുടെ തിയറിയിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യവും എടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദി ടേം ഫോർ ദി പ്രോസസ് ഓഫ് റിഫൈനിങ് എക്സിസ്റ്റിംഗ് സ്കീമാസ്? എക്സിസ്റ്റിംഗ് സ്കീമാസിനെ റിഫൈൻ ചെയ്യുന്നതിലൂടെ എന്ത് പ്രോസസ്സാണ് സംഭവിക്കുന്നത്? ആ പ്രോസസ്സിന് പിയാഷെ ഒരു ടേം കൊടുത്തിരുന്നു. അതെന്താണെന്നാണ് ചോദ്യം. അക്കോമഡേഷൻ ആണോ, അസിമിലേഷൻ ആണോ, ഇക്വിലിബ്രിയം ആണോ, അബ്സ്ട്രാക്ഷൻ ആണോ? ഇത് മൂന്നും നമുക്ക് ഫെമിലിയർ ആണ്. അക്കോമഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പിയാഷെന്റെ സ്റ്റെപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ അവിടെ നടക്കുന്നുണ്ട്, ഡിസ്ഇക്വിലിബ്രിയം നടക്കുന്നുണ്ട്, ഇക്വിലിബ്രിയം നടക്കുന്നുണ്ട് അല്ലേ? ഇതെല്ലാം പിയാഷെയുടെ സ്റ്റേജിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം അല്ലേ? അപ്പോൾ ഇതിൽ എന്ത് ടേമാണ് അദ്ദേഹം ഉപയോഗിച്ചത്? എന്താണ് ചോദ്യം? എന്താണ്? റിഫൈൻ ചെയ്യണം അല്ലേ? എക്സിസ്റ്റിംഗ് ആയിട്ടൊരു സ്കീമയുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ട് കുട്ടിയുടെ മനസ്സിലൊരു സ്കീമയുണ്ട്, ആ സ്കീമയെ റിഫൈൻ ചെയ്തെടുക്കണം. അതിനെന്താണ് പിയാഷെ കൊടുത്ത ടേം എന്ന് പറയുന്നത്? അതിന് അദ്ദേഹം അക്കോമഡേഷൻ എന്നാണ് കൊടുത്തത്. ഓക്കെ, അക്കോമഡേഷൻ എന്നാണ് കൊടുത്തത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോസസ്സ് അസിമിലേഷൻ ആണ് അല്ലേ? ആദ്യം പറഞ്ഞതിൽ അക്കോമഡേഷൻ എന്നായിരുന്നു, അസിമിലേഷൻ ആണ് കേട്ടോ. അസിമിലേഷനിൽ എന്താണ്? ഒരു ന്യൂ കൺസെപ്റ്റ് നിലവിലുള്ള സ്കീമയിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് അല്ലേ? ഇപ്പോൾ ഒരു ചെയറേ ഉള്ളൂ, ആ ചെയറിലേക്ക് ഒരാൾ ഇരിക്കാനായിട്ട് വരികയാണ്. ആ ചെയറിൽ തന്നെ വേറെ സീറ്റില്ല, നിൽക്കാൻ വയ്യ, വേറെ സീറ്റില്ല. ആ സീറ്റിലേക്ക് ഒരാളെ എന്ത് ചെയ്യണം? അക്കോമഡേറ്റ് ചെയ്യണം. അക്കോമഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന പ്രോസസ്സാണ് അസിമിലേഷൻ. അപ്പം ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, ന്യൂ കൺസെപ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ആ ഒരു ചെയറിൽ തന്നെ രണ്ടാളിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? പുതിയ ന്യൂ ഒരു കാര്യം അവിടെ ആഡ് ചെയ്യപ്പെടുകയാണ് എന്ന് വിചാരിക്കുക. ഇനി അടുത്ത പ്രോസസ്സ് അക്കോമഡേഷൻ നടത്തേണ്ടി വരും അല്ലേ? അതിനെ അക്കോമഡേറ്റ് ചെയ്ത് അതിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടി വരും അല്ലേ? ന്യൂ കൺസെപ്റ്റിനെ ആഡ് ചെയ്തതിന് ശേഷം എക്സിസ്റ്റിംഗ് സ്കീമാസിലേക്ക് എന്ത് ചെയ്യണം? കയറ്റണം അല്ല? എക്സിസ്റ്റിംഗ് സ്കീമാസിലേക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെയാണ് ആഡ് ചെയ്യണേ? ആഡ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ കുറച്ച് എന്ത് വേണ്ടി വരുന്നുണ്ട്? ഒരു മോഡിഫിക്കേഷൻ വേണ്ടി വരുന്നുണ്ട്. മോഡിഫൈ അഡ്ജസ്റ്റിംഗ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ കിട്ടുന്നതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് നിലവിലുള്ള സ്കീമയിലേക്ക് കയറ്റേണ്ടതുണ്ട്. അതിന് നമ്മൾ വിളിച്ച പേരാണ് അക്കോമഡേഷൻ. നമ്മളല്ല, പിയാഷെ വിളിച്ച പേരാണ് അക്കോമഡേഷൻ. അപ്പോൾ നോക്കാം, അക്കോമഡേഷൻ എന്താണ്? അഡീഷൻ ഓഫ് ന്യൂ കൺസെപ്റ്റ് ഇൻ എക്സിസ്റ്റിംഗ് സ്കീമ ടു മോഡിഫൈ അഡ്ജസ്റ്റിംഗ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. ആദ്യം അസിമിലേഷൻ നടക്കുകയാണ്, ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം അക്കോമഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയി ചെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കറങ്ങി കറങ്ങി വീണ്ടും അടുത്ത പ്രോസസ്സായിട്ട് വരും. ഓക്കെ, ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കും. അതിനുശേഷം ഇവിടെ അക്കോമഡേഷനിൽ റിവിഷൻ നടത്തും. എക്സിസ്റ്റൻസ് സ്കീമേനെ റിവിഷൻ നടത്തി റിഫൈൻ ചെയ്ത്, നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ പോലെ റിഫൈനിങ് ഓഫ് കൺസെപ്റ്റ്സ്, ആ റിഫൈനിങ് സ്കീമേനെ എന്ത് ചെയ്യുന്നു? റിഫൈൻ ചെയ്തെടുത്ത് ഇൻഫർമേഷനെ റിഫൈൻ ചെയ്ത് ആ എക്സിസ്റ്റൻസ് സ്കീമയിലേക്ക് ആഡ് ചെയ്യുന്നു, റിവിഷൻ നടത്തുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു?
ആ സ്കീമയെ മോഡിഫൈ ചെയ്ത് ആ സ്കീമയിലേക്ക് അടുക്കി തട്ടുകളായിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് പോലെ അടുക്കി വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെച്ചു, റിവൈസ് ചെയ്തു, റിഫൈൻ ചെയ്തു, അതിനെ നമ്മൾ അക്കോമഡേഷൻ എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ? അത്രയും ഓക്കെ ആണല്ലോ? ഇതിന് ശേഷം അക്കോമഡേഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഇത് രണ്ടും കൂടി നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഒരു ചെയറിൽ രണ്ടാൾക്ക് ഇരിക്കണമെങ്കിൽ അതിന് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. ദ ബാലൻസ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. പുതിയതായിട്ട് ആഡ് ചെയ്തതും പഴയത് അവിടെ ഉണ്ടായിരുന്നതും തമ്മിൽ എന്ത് വേണം? ഒരു ബാലൻസ് വേണം. ആ ഒരു ബാലൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇക്വിലിബ്രിയം എന്ന് വിളിച്ചു. ആ ഒരു ഇക്വിലിബ്രിയം നടക്കുമ്പോഴാണ് അവിടെ അക്കോമഡേഷനും സാധ്യമാവുന്നത്. ഓക്കെ, ബാലൻസ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അസിമിലേഷൻ എന്ന് പറയുന്ന ന്യൂ നോളജും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെയും കൂട്ടിയിട്ട് അക്കോമഡേഷൻ ആക്കി അതിന് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിച്ചു. ഇതൊക്കെ എന്തിനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്? എന്തായിരുന്നു ഇതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദി ടേം ഫോർ ദി പ്രോസസ് ഓഫ് റിഫൈനിങ് എക്സിസ്റ്റിംഗ് സ്കീമാസ് എന്നായിരുന്നു ചോദ്യം. അപ്പം എൻ്റെ ആൻസർ എന്തായിരുന്നു? അക്കോമഡേഷൻ എന്നതാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എ ചൈൽഡ് കംപ്ലൈൻസ് ദാറ്റ് ഹി കുഡന്റ് സക്സീഡ് ഇൻ എക്സാം ബിക്കോസ് ഓഫ് ഹിസ് ഇൽനെസ്. വിച്ച് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ ദി ചൈൽഡ്? എപ്പോഴും ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടിരുന്നു. ഒരു ചൈൽഡ് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് എക്സാമിന് പാസ്സാവില്ല, കാരണം എന്താണ്, എനിക്ക് അസുഖമായതുകൊണ്ട്, അല്ലെ, അസുഖമായിരുന്നത് കൊണ്ട് എക്സാമിൽ പാസ്സാവില്ല എന്ന് പറയുകയാണ്. അത് ഏത് ഡിഫൻസ് മെക്കാനിസമാണ് ആ കുട്ടി അവിടെ അപ്ലൈ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. റാഷണലൈസേഷൻ ആണോ, ഡീനിയൽ ആണോ, റിപ്രഷൻ ആണോ, സബ്ലിമേഷൻ ആണോ? ഒറ്റയടിക്ക് നിങ്ങൾക്കൊക്കെ ആൻസർ കിട്ടി കാണും. ഇതിൻ്റെ ഉത്തരം ഏതാണ്? റാഷണലൈസേഷൻ തന്നെയാണ്, അല്ലേ? റാഷണലൈസേഷൻ, യുക്തീകരണമാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ സോൾട്ട് ഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവും ഇതിൻ്റെ ഭാഗങ്ങളാണ്. അതിനി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈ ക്ലാസ്സിൽ ഇത് മനസ്സിലാവാത്തവർ മുന്നത്തെ ക്ലാസ് എടുത്ത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എക്സാമിൽ ഞാൻ പാസ്സാവാത്തതിൻ്റെ കാരണം എനിക്ക് അസുഖമായതുകൊണ്ടാണെന്നൊരു കുട്ടി പറയുമ്പോൾ അത് അവിടെ റാഷണലൈസേഷനായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സെലക്ട് ദി കറക്റ്റ് ഓർഡർ ഓഫ് പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. എ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഡി, സെൻസറി മോട്ടോർ, ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. നമ്മൾ പഠിച്ചതായിരുന്നു പിയാഷെൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നമ്മളൊരു കോഡും ഇട്ട് പഠിപ്പിച്ചിരുന്നു. ആ കോഡ് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് കോഡായിരുന്നു അത്? അതും ക്ലാസ്സിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു കോഡായിരുന്നു നമ്മളിട്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഇന്ന് ഈ ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങളൊന്നുകൂടെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ ആണല്ലോ? അടുത്തത്, ഗാഗനീസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡ്സ് റൂൾ ലേണിംഗ്? ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡ് ചെയ്ത് വരുന്നത് ഏതിനെയാണ്? റൂൾ ലേണിങ്ങിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത് ഏതിനെയാണെന്ന്. അപ്പോൾ ഗാഗനിയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൽ പ്രോബ്ലം സോൾവിംഗ് ആണോ, കൺസെപ്റ്റ് ലേണിംഗ് ആണോ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണോ, ചെയിൻ ലേണിംഗ് ആണോ ഇമ്മീഡിയറ്റ്ലി റൂൾ ലേണിങ്ങിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത് എന്നാണ് ചോദ്യം. കൺസെപ്റ്റ് ലേണിംഗ് ആണ് എന്തിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത്? കൺസെപ്റ്റ് ലേണിംഗ് ആണ് റൂൾ ലേണിങ്ങിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? കൺസെപ്റ്റ് ലേണിംഗ് ആയിരുന്നു എന്ത്? കണ്ടോ, ഈ റൂൾ ലേണിങ്ങിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത് ഏതായിരുന്നു? കൺസെപ്റ്റ് ലേണിംഗ് ആയിരുന്നു. റൂൾ ലേണിങ്ങിനെ ഫോളോ ചെയ്ത് വരുന്നത് കൺസെപ്റ്റ് ലേണിംഗ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ചോദ്യം. നിങ്ങൾക്കിത് ഈ ഒരു കോഡ് ഇട്ട് തന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് പല രീതിയിലുമാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഡ് പഠിച്ചവർക്ക് ഇത് തിരിച്ചു മറിച്ചൊക്കെ എഴുതാനായിട്ട് സാധിക്കും. കാരണം ആ സമയത്ത് നമുക്ക് ഇതെല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് ലേണിംഗ് എന്താണെന്നും റൂൾ ലേണിംഗ് എന്താണെന്നും പ്രോബ്ലം സോൾവിങ് എവിടെയാണ് വരുന്നതെന്നും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ
നമുക്കിത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. അപ്പം എന്താണ്, കൺസെപ്റ്റ് ലേണിംഗ് ആണ് ഇമ്മീഡിയറ്റ്ലി ഇതിനെ പ്രൊസീഡ് ചെയ്ത് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ദി സ്പൈറൽ കരിക്കുലം ഈസ് അസോസിയേറ്റഡ് വിത്ത്. സ്പൈറൽ കരിക്കുലം അല്ലേ, സ്പൈറൽ കരിക്കുലം ആരുടെയാണ്? പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, പാവ്ലോ. സ്പൈറൽ കരിക്കുലം ആരുടെയാണെന്ന് ചാടി ആൻസർ പറഞ്ഞേ. ആരുടെയാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ജെറോം എസ് ബ്രൂണറുടെയാണ് സ്പൈറൽ കരിക്കുലം എന്ന കൺസെപ്റ്റ്. അദ്ദേഹത്തിൻ്റെ തിയറിക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേജുകൾക്കും പേര് കൊടുത്തത്, മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ ബ്രൂണറുടെ. അപ്പോൾ ബ്രൂണറുടെ ഈ ഒരു കൺസെപ്റ്റിൽ എങ്ങനെയാണ്, സ്പൈറൽ കരിക്കുലത്തിൽ എങ്ങനെയാണ്, മെയിനായിട്ടുള്ള പോയിന്റ് എന്താണ് അതിൽ? നിങ്ങളിത് മാത്രം ഓർത്തു വെക്കുക. ബ്രൂണറുടെ സ്പൈറൽ കരിക്കുലത്തിൽ ഇതാണ് ആൻസർ, ബ്രൂണറാണ് ആൻസർ, ജെറോം എസ് ബ്രൂണറാണ്. അദ്ദേഹത്തിൻ്റെ സ്പൈറൽ കരിക്കുലത്തിൽ എപ്പോഴും റീവിസിറ്റിംഗ് ദി കൺസെപ്റ്റ്, കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ? റീവിസിറ്റ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് റീവിസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ പ്രയർ നോളജിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്? ആഡ് ചെയ്യപ്പെടുകയാണ് ന്യൂ കൺസെപ്റ്റ്സ് കേട്ടോ. ന്യൂ കൺസെപ്റ്റ്സ് ആഡ് ചെയ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കോംപ്ലക്സിറ്റി ഇതിൽ പ്രയർ നോളജിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. കൺസെപ്റ്റുകൾ ആഡ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ എന്താണ്? ഒരു ബ്രൂണറുടെ കൺസെപ്റ്റിൽ ഇപ്പോൾ ഗാന്ധിജി എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 റിവോൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1857 റിവോൾട്ടിനെ കുറിച്ചിട്ട് ആദ്യത്തെ വളരെ ചെറിയൊരു ക്ലാസ്സിലാണെങ്കിൽ ഒരു എന്താണ് മഹത്തായ വിപ്ലവം എന്നും എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും എവിടെയാണ് അത് നടന്നതെന്നും മെറിറ്റിൽ അത് പൊട്ടിപ്പുറപ്പെട്ടു എന്നും പഠിക്കുന്നുണ്ട് അല്ലേ. അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യും. 5ാം ക്ലാസ്സിൽ നമ്മൾ ബേസ് പഠിച്ചു, 6ാം ക്ലാസ്സിൽ പഠിച്ചു, 7ാം ക്ലാസ്സിൽ വന്നപ്പോഴേക്കും അതിലേക്ക് കോംപ്ലക്സിറ്റി കൂടി വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഒന്നുകൂടെ നമ്മൾ 5ലും 6ലും പഠിച്ച കാര്യം ഒന്നുകൂടെ നമ്മൾ റീവിസിറ്റ് ചെയ്യിപ്പിക്കും അല്ലേ. ഒന്നുകൂടെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ അവിടെ തന്നിട്ടുണ്ടാവും. ഒന്നാം സ്വാതന്ത്ര്യ സമരം മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നു, ഇത് മെറിറ്റിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വീണ്ടും അല്ലേ. എന്നിട്ട് നമ്മളതിൽ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഷോർട്ടാക്കി നമ്മൾ പഠിക്കും. കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കൂട്ടി പഠിക്കും. എന്നാൽ നമ്മൾ 5ലെ 6ലെ കാര്യങ്ങൾ നമ്മൾ റീവിസിറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ 8ലാവും അല്ലേ, 8ലാവും വീണ്ടും റീവിസിറ്റ് ചെയ്യും. അങ്ങനെ 9ൽ അല്ലേ, അങ്ങനെ വരുമ്പോഴേക്ക് റീവിസിറ്റ് ചെയ്യും. മിക്കവാറും 5, 7, 9 എന്നിങ്ങനെയൊക്കെ പോകുമ്പോഴേക്ക് റീവിസിറ്റ് ചെയ്ത് പോവുകയാണ് കൺസെപ്റ്റുകൾ. പ്രയർ നോളജിലേക്ക്, ഉണ്ടായിരുന്ന നോളജിലേക്ക്, മുന്നറിവിലേക്ക് പുതിയ നോളജ് ആഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്പൈറൽ കരിക്കുലത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, സ്പൈറൽ കരിക്കുലം ബ്രൂണറുടെയാണ് കേട്ടോ. അടുത്തത്, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഇൻ ഫീമെയിൽസ്? ഇതിൽ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീമെയിൽസിൽ അഡോളസെൻ്റ് ഏജിൽ നടക്കുന്ന കുറേ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഹിപ്പ് ബിക്കംസ് വൈഡർ, ബോഡി ഫാറ്റ് ഇൻക്രീസസ്, ആദംസ് ആപ്പിൾസ് ഡെവലപ്മെൻറ്റ്, എൻലാർജ്മെൻറ്റ് ഓഫ് മാമറി ഗ്ലാൻസ്. അപ്പം അഡോളസെൻറ്റിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു ഫീമെയിലിന് സംഭവിക്കുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെയുണ്ട്. ഒരു സിലബസിൽ ഒരു ടോപ്പിക്ക് തന്നെയുണ്ട്. കേറ്ററ്റിനൊക്കെ ഒരു ടോപ്പിക്കാണത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് ഹിപ്പ് വൈഡർ ആവുന്നതും ബോഡി ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും മാമറി ഗ്ലാൻസ് എൻലാർജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അല്ലേ. ആദംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ് ഫീമെയിൽസിലാണോ നമ്മൾ കാണാറ്? ഇത് മെയിൽസിലല്ലേ? ഇത് അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികളിലാണ്, ആൺകുട്ടികളിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് അല്ലേ. ആദംസ് ആപ്പിൾ എന്ന് പറയുന്നത്, ആദംസ് ആപ്പിൾ അല്ലേ, ഈ ആദംസ് ആപ്പിളിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽസിലല്ല. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് അല്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ആദംസ് ആപ്പിൾ ഡെവലപ്മെൻ്റ് ആണ് ഇതിൽ പെടാത്തത് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എ സ്റ്റുഡൻറ് വർക്ക്സ് ഹാർഡ് ഇൻ സ്കൂൾ ടു ഗെറ്റ് എ ബൈസൈക്കിൾ offered by his father for his good grades is an example of dash. Intrinsic motivation, negative reinforcement, punishment, extrinsic motivation. ഒരു സ്റ്റുഡൻറ്റ് സ്കൂളിൽ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു ബൈസൈക്കിള് അവൻ്റെ ഫാദർ ഓഫർ ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് നല്ല എ ഗ്രേഡ് മേടിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാം എന്ന് ഫാദർ മോട്ടിവേറ്റ് ചെയ്തു അവനെ, അല്ലേ? ഇത് ഏത് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ എക്സാമ്പിൾ ആണെന്നാണ് ഈ ചോദ്യം. അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണോ, ഇത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണോ, പണിഷ്മെൻ്റ് ആണോ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണോ? പണിഷ്മെൻ്റ് അല്ല, ആദ്യം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതിലൊരു നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മൾ ഇതിൽ കണ്ടില്ല. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് അല്ല, അല്ലേ? ഉത്തരത്തിലെത്തണം നമുക്ക്. ഉത്തരം ഏതാണ്? ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണോ? അവൻ തന്നെ ഇഷ്ടപ്പെട്ട, അവൻ തന്നെ ആഗ്രഹിച്ച്, അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണോ ഇതിൽ ഇവൻ്റെ ആ ഒരു സക്സസ്സിലേക്ക് നയിക്കുന്നത്? ഇവനെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണോ അവനെ ലീഡ് ചെയ്യുന്നത്, അതോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണോ? നമുക്ക് നോക്കാം. എന്താണ് അവനെ ലീഡ് ചെയ്യുന്നത്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് ഷുവറായിട്ടും അവനെ ലീഡ് ചെയ്യുന്നത്. അവൻ്റെ ഫാദർ അവന് സൈക്കിൾ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ് അവനെ അവിടെ ആ ഒരു സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ടുള്ള ആ സൈക്കിള്, അല്ലേ? അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇനി അത് കൂടാതെ നമുക്ക് നോക്കാം. ഒരു ഇഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് കവിത എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. കവിത എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, കവിത എഴുതുന്നു. അതുപോലെ അവൻ്റെ തന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ എഴുത്ത് ഇഷ്ടപ്പെട്ടിട്ട് അവൻ്റെ തന്നെ പേരിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു, അവൻ ഭയങ്കര ഫേമസ് ആവുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള കഴിവാണ് അവിടെ ഇൻട്രിൻസിക് ആയിട്ട് അവൻ നേടിയെടുത്തതാണ്. ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനാണ് അവിടെ നടത്തപ്പെടുന്നത്. അവൻ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എഴുത്തിനെയും വായനയും ഒക്കെ. അതുകൊണ്ടാണ് അവൻ ആ ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞത്. പഠനത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ഒരു കുട്ടി ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആ കുട്ടിയിൽ തന്നെ ഉള്ളതാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ് കുട്ടിയെ അതിലേക്ക് നയിക്കുന്നത്, സക്സസ്സിലേക്ക്. ഓക്കെ, അപ്പം നമ്മളവിടെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഒരു ടേം കൂടെ നമ്മൾ കണ്ടിരുന്നു, പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു കുട്ടി ടീച്ചർ ഒരു കണക്ക് തെറ്റിപ്പോയപ്പോൾ ഒരു അടി കൊടുക്കുന്നത് പണിഷ്മെൻ്റ് ആണ്, അല്ലേ? പക്ഷെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, അല്ലേ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ലേണിംഗ് പ്രോസസ്സിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ കുട്ടികളോട് ടീച്ചർ പറയും, നിങ്ങൾ ക്ലാസ്സിലെല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കുവാണെങ്കിൽ ഇന്ന് മാത്സ് ക്ലാസ്സിൽ ഹോംവർക്ക് ഒഴിവാക്കി തരാം എന്നൊരു ഓപ്ഷൻ ടീച്ചർ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം കുട്ടികൾ? ടീച്ചർ ആഗ്രഹിക്കുന്ന ഡിസൈഡ് ആക്ടിവിറ്റി എന്താണ്, ഡിസൈഡ് ആയിട്ടുള്ള ഗോൾ എന്താണോ അതിലേക്ക് കുട്ടികളെ എത്തിക്കണം, അല്ലേ? അപ്പോൾ എന്താണ് ടീച്ചർ ആഗ്രഹിക്കുന്നത്? കുട്ടികൾ നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിലിരിക്കണം, നല്ല ക്ലാസ്സായിട്ട് അന്ന് പോകണം, നല്ല വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടും അതുപോലെ നല്ല ശ്രദ്ധിച്ച് അറ്റൻറ്റീവായിട്ട് നല്ല കുട്ടികളായി ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹോംവർക്കിൽ നിന്ന് ഒഴിവാക്കാം. ഹോംവർക്ക് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആ കാര്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ടീച്ചർ അവിടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിന് നമുക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. നമ്മളുടെ അലാം അടിക്കില്ലേ, രാവിലെ അലാം അടിക്കില്ലേ? ഈ അലാം അടിച്ചുകൊണ്ടേയിരിക്കും. ഏത് പ്രോസസ്സ് നടക്കുന്നത് വരെ? നമ്മളത് ഓഫ് ചെയ്യുന്നത് വരെ നമ്മളത് ഓഫ് ചെയ്യണം. ആ ഓഫ് ചെയ്യുക എന്ന് പറയുന്ന ഡിസൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി അവിടെ നടക്കണം, അത് ചെയ്യപ്പെടണം. ആ ഓഫ് ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും ആ ഒരു നല്ല കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അലാറം പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. ഒരു കാറിൽ സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഇട്ടില്ലെങ്കിൽ അവിടെ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും, അല്ലേ? ഒരു ബസർ അടിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ബസർ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സൗണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, എന്താണ്, ഒരു ബീപ്പ് സൗണ്ട് അല്ലേ, അത് നിൽക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്ന ഒരവസ്ഥ. അപ്പോൾ നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാ, പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും, നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാ അതിന്ന് മാറ്റി. ഇതൊക്കെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ലൈഫിൽ നിന്ന് പറയാൻ പറ്റിയ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ദി മീനിങ്ഫുൾ ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് പ്രീവിയസ്ലി സ്റ്റഡീഡ് മെറ്റീരിയൽ ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ബ്രൂണർ, ഓസ്ബൽ, തോണ്ടക്, പിയാഷെ. ഇപ്പം ലേണിംഗ് നടക്കുന്നത് ഒരു മീനിങ്ഫുൾ ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് പ്രീവിയസ്ലി സ്റ്റഡീഡ് മെറ്റീരിയൽ.
പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങൾ, പഴയ കാര്യങ്ങളോടെയുണ്ട്, അതുപോലെ പ്രീവിയസ്ലി സ്റ്റഡീഡ് മെറ്റീരിയൽ ഉണ്ട്, പുതിയതായിട്ട് ആഡ് ചെയ്ത കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ നടക്കുന്ന ഒരു മീനിങ് ഫുൾ ആയിട്ട് പഠിക്കണം അല്ലേ? പഠനം മീനിങ് ഫുൾ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും. മീനിങ് ഫുൾ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. മീനിങ് ഫുൾ അല്ലേ? മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിനെ കുറിച്ച് നമ്മളൊരു തിയറി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി ആരുടെയാണ്? പഠനം എപ്പോഴും അർത്ഥവത്തായിരിക്കണം അല്ലെ? അർത്ഥപൂർണമായിരിക്കണം. അപ്പോൾ മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിൻ്റെ ഉപജ്ഞാതാവായ ഓസുബൽ അല്ലേ? മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്, ഓസുബൽ, സബ്സംഷൻ ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ്. അപ്പോൾ ഇതിൽ മീനിങ് ഫുൾ ഇൻ്റഗ്രേഷൻ ആണ് നടക്കുന്നത്. പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇൻ്റഗ്രേഷൻ നടക്കുമ്പോഴാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് ഓസുബൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈ ഒരു പ്രിൻസിപ്പിൾ ആരുടെയാണെന്നാണ് പറയുന്നത്? ഓസുബലിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ മീനിങ് ഫുൾ ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് പ്രീവിയസ്ലി സ്റ്റഡീഡ് മെറ്റീരിയൽ എന്നാണ് നമ്മൾ കണ്ടത്. ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഓസുബൽ. അപ്പോൾ ഓസുബൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ, അദ്ദേഹത്തിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിൽ എപ്പോഴും അർത്ഥവത്തായിട്ടും അർത്ഥപൂർണ്ണമായിട്ടും കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതൊരു പഠനമാവുന്നത് എന്ന് ഓസുബൽ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് ഈ മീനിങ് ഫുൾ ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് പ്രീവിയസ്ലി സ്റ്റഡീഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആൻസറുകളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.